വിശദമായ വാർത്തയിലേക്ക്. സർവകലാശാലകളെ തള്ളിപ്പറഞ്ഞ് ചാൻസലർ. സർവകലാശാല മികവിനെ പരിഹസിച്ച് ഗവർണർ രംഗത്തെത്തി. റേറ്റിംഗുകൾ ഒപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഗവർണറുടെ പരാമർശം. KN ബാലഗോപാലിനോട് ഇപ്പോഴും പ്രീതിയില്ലെന്നും ഗവർണർ പറഞ്ഞു. സർവകലാശാലകളുടെ മികവിന് പരിഹാസവുമായാണ് ഗവർണർ ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. സർവകലാശാലകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം എത്തിയിരിക്കുന്നു. റേറ്റിംഗുകൾ ഒപ്പിച്ചെടുക്കാൻ കഴിയും എന്നായിരുന്നു പരാമർശം. ഒപ്പം KN ബാലഗോപാലിനോട് ഇപ്പോഴും പ്രീതിയില്ലെന്നും ഗവർണർ ആവർത്തിച്ചു. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഗവർണർ സർവകലാശാലകളെ തള്ളിപ്പറഞ്ഞാണ് ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആ മികവിനെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. റേറ്റിംഗുകൾ ഒപ്പിച്ചെടുക്കാൻ ആർക്കും കഴിയും, ആ രീതിയിലായിരുന്നു പരാമർശം. അദ്ദേഹം പറയുന്നതിന്റെ സാഹചര്യം നമുക്കറിയാമല്ലോ. ഇപ്പൊ ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അഡ്മിഷൻ ഉൾപ്പെടെ സമ്പാദിക്കുന്നു, ജോലി സമ്പാദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും സർവകലാശാലകളെ സംബന്ധിച്ച് സംശയത്തിന്റെ നേരിലാണ്. സർവകലാശാലയെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പരിപൂർണമായും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും സംസ്ഥാനത്തെ ഇത്തരത്തിൽ സർവകലാശാലകളുടെ റേറ്റിംഗിനെ സംബന്ധിച്ച്, അത് നാക്കിന്റെ അക്രഡിറ്റേഷനെ സംബന്ധിച്ച് UGC തന്നെ കുറെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലെ അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ റേറ്റിംഗിനെ സംബന്ധിച്ച് പലപ്പോഴും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് വസ്തുതകളാണെന്ന് ഒരു പരിധിവരെ UGC തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിനു മുമ്പും സർക്കാർ ഗവർണർ പോരൊക്കെ രൂക്ഷമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ സർവകലാശാലകളിൽ വ്യാജ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള വലിയ വാർത്തകൾ വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അല്ല, അദ്ദേഹം ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നതിനകത്ത് ഇവരെപ്പോഴാണ് തമ്മിൽ ചേരുക എന്നും എപ്പോഴാണ് തമ്മിൽ പിണങ്ങുക എന്നുള്ളത് നമുക്ക് പറയാനേ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ ഗവർണറെ സ്വാധീനിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രി ഗവർണറെ സ്വാധീനിച്ചു എന്നും ഗവർണർ തന്നെ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി അങ്ങനെ ഗവർണറെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, വൈസ് ചാൻസലർ നിയമനത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായ ഒരു പരാതി കൊടുത്താൽ അത് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ പെർമിഷൻ തരേണ്ടതാണ്. ഞാൻ തന്നെ ഗവർണർക്ക് പരാതി കൊടുക്കുകയും പ്രോസിക്യൂഷൻ പെർമിഷൻ, മുഖ്യമന്ത്രി പ്രോസിക്യൂട്ട് ചെയ്യാൻ പെർമിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടും ഇതുവരെ ഗവർണർ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഞങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ KPCTA പ്രതിനിധി ഷിനോ P. ജോസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷിനോ, ഇത്തരത്തിൽ ഗവർണർ സർവകലാശാലകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ മികവിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തുമ്പോൾ പറയുന്നത് റേറ്റിംഗുകൾ ഒപ്പിച്ചെടുക്കാൻ ആർക്കും കഴിയും, ആ റേറ്റിംഗിനെ പരിഹസിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം ത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന സമയത്താണ് സംസ്ഥാനത്തിന്റെ ഗവർണർ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ചാൻസലറായ ഗവർണർ പറഞ്ഞിരിക്കുന്നത് നിലവിൽ സർവകലാശാലകളുടെ ഉള്ളിൽ നടക്കുന്ന ഈ അഴിമതികളും അതുപോലെ സ്വജനപക്ഷപാതവും ബന്ധു നിയമനവും വിദ്യാർത്ഥികൾ തന്നെ ഇങ്ങനെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി മനസ്സ് നൊന്തിട്ട് തന്നെയായിരിക്കണം കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലറായിട്ടുള്ള ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞതിന്റെ കാര്യങ്ങളിലേക്കുള്ള കൂടുതൽ ഞാൻ കടന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ റേറ്റിംഗുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനകത്ത് പറയുകയാണെങ്കിൽ NIRF അല്ലെങ്കിൽ നാക്ക് ഈ രണ്ട് റേറ്റിംഗ് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ കേരള സർവകലാശാലയാണെങ്കിലും ഇതര സർവകലാശാലകളാണെങ്കിലും കേരളത്തിലുള്ള കോളേജുകളാണെങ്കിലും റേറ്റിംഗ് ഉന്നത നിലവാരത്തിലുള്ള റേറ്റിംഗ് നേടിയിട്ടുള്ളത് പ്രധാനമായിട്ടും അവിടെയുള്ള വിദ്യാർത്ഥികളുടെ മികവ് കൊണ്ടും
പരമ്പരാഗതമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയ സർവകലാശാലകൾ ആയതുകൊണ്ടും ആണ്. പക്ഷേ സമീപകാലത്തെ വിവാദങ്ങളൊന്നും ഈ റേറ്റിംഗിനെ ബാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ വിവാദങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഈ വിവാദങ്ങളിൽ മനസ്സ് നൊന്നിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ശ്രീ ഷിനോ പി ജോസ്, ഇതിനെ ഗവർണറെ എന്ത് കാര്യങ്ങൾ വിമർശനാത്മകമായി പറയുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് കൊണ്ടാണ് എന്നുള്ള രീതിയിലായിരുന്നു സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രതികരണങ്ങൾ. ഈ വിഷയത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വലിയ ചർച്ചകൾ, ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേസുകൾ ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല എന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? രാഷ്ട്രീയമായി അതിനെ കാണേണ്ട കാര്യമുണ്ടോ? ഇതിന് രാഷ്ട്രീയപരമായിട്ട് കാണേണ്ടതില്ല. അത് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നിലപാട് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ അതിന് നമുക്ക് കാണേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എടുക്കുന്ന നിലപാടുകൾക്ക് എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഒരു സംശുദ്ധമായിട്ടുള്ള സർവകലാശാല സംവിധാനം വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതം, ബന്ധുനിയമനം, വ്യാജ സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള കാര്യങ്ങളിലാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാന് സർക്കാരുമായിട്ട് പിണക്കമുള്ളൂ, പ്രശ്നങ്ങളുള്ളൂ. അല്ലാത്ത വിഷയങ്ങൾ അദ്ദേഹത്തിന് അതില്ല. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പാണ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അദ്ദേഹം തീർച്ചയായിട്ടും കേരളത്തിലെ സർവകലാശാലകൾക്ക് സംശുദ്ധമായ ഒരു സംവിധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പുഴുക്കുത്തുകളെ അദ്ദേഹം എതിർക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു. ഒപ്പം ഷിനോ, ഈ കോടതി നടപടികൾ അദ്ദേഹത്തിന് തിരിച്ചടി എന്നൊക്കെയാണ് ഇടതുപക്ഷം പറയുന്നത്. പ്രത്യേകിച്ച് പ്രിയ വർഗീസിന്റെ നിയമനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും ശരിയാണ് എന്ന രീതിയിലുള്ള വിധി വരികയും ഒക്കെ ചെയ്തപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ കോളേജുകൾ, സർവകലാശാലകളുടെ റേറ്റിംഗ് അതിപ്പോൾ ഏത് അവസ്ഥയിലാണ് ഉള്ളത്? കേരളത്തിലെ കോളേജുകളുടെ ആണെങ്കിലും പല സർവകലാശാലകളുടെയും റേറ്റിംഗ് ഉന്നത നിലവാരത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതിന് പ്രധാനമായും കാരണം എന്ന് പറയുന്നത് അവിടെ പഠിച്ചുപോയ വിദ്യാർത്ഥികളുടെ, അവിടുത്തെ അധ്യാപകരുടെ മികവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സമീപകാലത്തെ പ്രശ്നങ്ങളല്ല. പിന്നെ കോടതി വിധികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോടതി വിധി ഇപ്പൊ പ്രിയ വർഗീസ് നിയമനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കോടതി വിധി എന്ന് പറയുന്നത് അതിനെ തീർച്ചയായിട്ടും ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകുമെന്ന് അത് പ്രിയ വർഗീസിന് പോലും അറിയാം. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ തന്റെ ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് നൽകാൻ പാടുള്ളൂ എന്ന രീതിയിൽ പ്രിയ വർഗീസിനെ സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ളവര് ഈ വിഷയത്തില് സ്വജനപക്ഷപാതം, ബന്ധുനിയമനം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ അത്രയധികമായിട്ട് ഈ ആശങ്കാകുലരാണ്. അവർ തീർച്ചയായും കോടതിയെ, സുപ്രീം കോടതിയെ പോകുന്ന തെറ്റായ കാര്യമാണോ? നിലവിലുള്ള ഹൈക്കോടതി വിധി തെറ്റാണെന്ന് പറയുന്നില്ല, അതിനെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളവര് പ്രിയ വർഗീസ് വിഷയത്തില് സുപ്രീം കോടതിയിൽ പോയിരിക്കും. അതുകൊണ്ട് പ്രിയ വർഗീസ് ഇതുകൊണ്ടും, അതുകൊണ്ട് ഇടതുപക്ഷ സംവിധാനത്തിലൂടെ സ്വജനപക്ഷപാതം ഇതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊന്നും വിചാരിക്കേണ്ട. സുപ്രീം കോടതിയിൽ പോവുക എന്ന് പറയുന്നത് പൗരന്റെ അവകാശമാണ്. അതിനകത്ത് ആ അവകാശം ഉപയോഗിക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയുള്ളവർ തീർച്ചയായിട്ടും തയ്യാറെടുത്തിരിക്കും. ജിനോ, ഒരു കാര്യം കൂടി, ഈ റേറ്റിംഗ് ഒപ്പിച്ചെടുക്കാൻ കഴിയും, റേറ്റിംഗ് ആർക്കും ഒപ്പിക്കാം എന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ ഇത് സംബന്ധിച്ച് പറയുന്നത്. മറ്റൊരു ആശങ്ക അദ്ദേഹം പറയുന്നത് അധ്യാപകരില്ല സർവകലാശാലകളിൽ എന്നുള്ള, അക്രഡിറ്റേഷൻ അല്ല, അധ്യാപകരാണ് പ്രധാനമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു ഗവർണർ പറയുമ്പോൾ, ഒരു ചാൻസലർ പറയുമ്പോൾ അതിന്റെ ഗൗരവം അത്രത്തോളം ഇല്ല ഷിനോ? അതിന്റെ ഗൗരവം വളരെ വലുതാണ്. അദ്ദേഹം ഇത് റേറ്റിംഗ് ഒപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് വന്നിരിക്കുന്ന ഈ വിയോജിപ്പുകൾ ഇത്രയധികമായിട്ട് രാഷ്ട്രീയ ഇടപെടലുകൾ സർവകലാശാലയിൽ നടക്കുമ്പോൾ, വിദ്യാർത്ഥികൾ പോലും ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇവിടെ ഏതെങ്കിലും SFI നേതാവ് പറയുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുന്നു, വ്യാജ സർട്ടിഫിക്കറ്റ് സൃഷ്ടിക്കുന്ന SFI നേതാവിനെതിരെ കേസെടുക്കുന്നില്ല, പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം ആർക്ക് വേണമെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റാവുന്ന രീതിയിലേക്ക് നൂറുകണക്കിന് വ്യക്തികൾ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഡിഗ്രി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന സംവിധാനം, ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഭയങ്കരമായിട്ട് കലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ നാഥനായിട്ടുള്ള ചാൻസലറായ ഗവർണർ സ്വാഭാവികമായിട്ട് മനസ്സുമെടുത്ത് പറഞ്ഞതാണെന്ന് എന്നാണ് എനിക്കിതിനെ കരുതാൻ കഴിയുള്ളൂ. അതല്ലാതെ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ഒപ്പിച്ച് എടുക്കലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്രമാത്രം രോഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയോട് ഉണ്ട് എന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ നിലവിലുള്ള ഈ വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ എന്തുമായിക്കോട്ടെ, പക്ഷേ നിലവിലുള്ള വിഷയങ്ങൾ കാരണം ഭാവിയിലുള്ള റേറ്റിംഗിനെ സ്വാഭാവികമായിട്ടും ഇത് ബാധിക്കുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടണം. ഉന്നത വിദ്യാഭ്യാസ രംഗം നശിക്കണമെന്ന് ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല. ഈ രംഗം സുരക്ഷിതമായിട്ട് നല്ല വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് കൂട്ടത്തോടെ
സംസ്ഥാനം വിട്ടുപോകുന്ന വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനുള്ള സാഹചര്യം തോന്നി, ഇവിടെ തിരിച്ചു വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാനുള്ള സംവിധാനം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുവരണം. നേരെ മറിച്ച് കൊല്ലപ്പെട്ടവാദം ബന്ധു നിയമനവും എതിർക്കപ്പെടുകയും ചെയ്യണം. ശരി, വളരെയധികം നന്ദി. ശ്രീ ഷിനോ പി ജോസ് ആണ് KPCTA പ്രതിനിധിയാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഗവർണർ വലിയ രീതിയിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. സർവകലാശാലകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സർവകലാശാലകൾ റേറ്റിംഗ് ഒപ്പിച്ചെടുക്കാൻ ആർക്കും കഴിയും എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. മികവിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഗവർണറുടെ ഈ വാക്കുകൾ എന്തായാലും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് വലിയ വിമർശനം, പ്രത്യേകിച്ച് സർക്കാർ ഇടപെടലുകളൊക്കെ ആ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതനുസരിച്ച് ഈ വാക്കുകൾ, ഗവർണറുടെ വാക്കുകൾ വളരെ ഗൗരവമുള്ളതാണ്. അത് വരും മണിക്കൂറുകളിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം.